ഹനുമാൻ ചാലീസയിൽ 25ാമത് ദോഹ നാസൈ രോഗഹരൈ സബ് പീര ജപത നിരന്തര ഹനുമത വീര. വീര ഹനുമാൻ എന്ന നാമം നിരന്തരം ജപിച്ചാൽ നമ്മുടെ രോഗദുരിതങ്ങളെല്ലാം അകറ്റി ആരോഗ്യവും സുഖവും നിലനിർത്താനുള്ള ഒരു സൂത്രവാക്യമാണ് ഈ ശ്ലോകം എന്നാണ് പറയുന്നത്. ഇവിടെ രോഗമെന്ന വാക്ക് ശാരീരികമായ അസുഖങ്ങളെയും പീഡ എന്നത് മാനസികമായ ക്ലേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ജന്മമെടുക്കുമ്പോൾ തന്നെ അതിൽ രാഗം, ദ്വേഷം, ലോഭം, മോഹമത മാത്സര്യം ഈ രോഗങ്ങളുണ്ടാകും എന്നാണ് അഷ്ടാംഗയോഗത്തിൽ പറയുന്നത്. ഇതിന് കാരണം അവിദ്യയും അജ്ഞാനവുമാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ കൃപയുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കില്ല. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. ഇതിനൊരു ഉദാഹരണം നമുക്ക് രാമായണത്തിൽ തന്നെ കാണാൻ സാധിക്കും. അതായത് രാമരാവണ യുദ്ധ സമയത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഇന്ദ്രജിത്ത് 67 കോടി വാനരസേനയെയും രാമലക്ഷ്മണന്മാരെയും ഹനിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് വിഭീഷണൻ ജാമ്പവാൻ മുത്തച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നത്. എന്നിട്ട് കൂടെ തന്നെ ഹനുമാനും ഉണ്ട്. ഹനുമാന് ഈ അസ്ത്രപീഠ ഏൽക്കില്ല, കാരണം ബ്രഹ്മാവിൻ്റെ വരമുണ്ടല്ലോ. അന്നേരം അവശനായി കിടക്കുന്ന ജാമ്പവാൻ ചോദിക്കും, വിഭീഷണൻ്റെ ചോദ്യം കേട്ട് ഹനുമാൻ ജീവനോടെ ഉണ്ടോ എന്നാണ് ചോദിക്കണേ. അന്നേരം വിഭീഷണൻ അത്ഭുതത്തോടു കൂടി ചോദിക്കും, രാമലക്ഷ്മണന്മാരെക്കുറിച്ച് പോലും ചോദിക്കാതെ അങ്ങ് എന്തുകൊണ്ട് മാരുതിയെക്കുറിച്ച് ചോദിക്കുന്നു? അന്നേരം അതിന് അദ്ദേഹം പറയണ ഉത്തരം, ആ വീരൻ ഉയിരോടെ ഉണ്ടെങ്കിൽ നമ്മുടെ സൈന്യമൊന്നും നശിക്കില്ല. അതേസമയം അദ്ദേഹം പ്രാണൻ വെടിഞ്ഞാൽ നമ്മളെല്ലാം ഒടുങ്ങിയത് തന്നെ എന്നാണ് പറയണത്. ഹിമാലയത്തിൽ നിന്ന് വ്രതസഞ്ജീവനിക്ക് വേണ്ടി ഒരു പർവ്വതം തന്നെ പറിച്ചുകൊണ്ട് വന്ന് മുഴുവൻ സൈന്യത്തെയും പുനർജീവിപ്പിച്ചവനാണ് ഹനുമാൻ. അതുകൊണ്ട് തന്നെ രാമചരിതമാനസത്തിൽ തുളസീദാസ് പറയുന്നത്, ഭഗവാൻ രാമനേക്കാൾ വലുതാണ് രാമൻ്റെ ദാസനായ ഹനുമാൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ്. നമ്മുടെ ഭൂതകാല കർമ്മങ്ങൾ അനുസരിച്ചാണ് നമുക്ക് സുഖം, ദുഃഖം, അതുപോലെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപത്തിനനുസരിച്ച് രോഗങ്ങൾ ഒക്കെ വരുന്നത്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. ഇവിടെ ശരീരത്തിന് അനുഭവിക്കേണ്ടി വരുന്ന വ്യാധി മനസ്സിൻ്റെ വ്യാധിക്ക് കാരണമാകുന്നത് കൊണ്ടാണ് ആചാര്യന്മാരൊക്കെ മരുന്നിനോടൊപ്പം മന്ത്രവും വേണമെന്ന് പറയുന്നത്. നമ്മുടെ പ്രാണൻ അഥവാ ജീവശക്തിയുടെ പ്രതീകമാണ് ഹനുമാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മുടെ പ്രാണനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഒന്നുകിൽ ഹനുമാൻ്റെ മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ മന്ത്രം പതിവായി ജപിക്കുക. അന്നേരം നമുക്ക് ഈ മാനസിക പിരിമുറുക്കം, ഉത്കണ്ഠ, വിഷാദം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഏകാഗ്രത, മനഃശക്തി, പ്രാണശക്തി ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. ഏതൊരു ഭക്തനെയും എപ്പോഴും കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഉത്സുകനായ സങ്കടമോചകനായ ഹനുമാൻ സ്വാമി.